ഞാൻ ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സെക്രട്ടറി ബുഷറ CV. നമ്മളിപ്പോൾ കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ അരിയാലി ഒരു ട്രെയിനിങ് തന്നായിരുന്നു. 2 ദിവസം നമ്മളെ ബാലുശ്ശേരി പഞ്ചായത്തിൽ വെച്ചിട്ടായിരുന്നു. ഇന്നലെ മെനഞ്ഞാന്നും ഇന്ന് നമ്മൾക്ക് ഇവിടെ വടകര അവരെ അരിയാലിയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ട്രെയിനിങ് കിട്ടിയത്. ഈ ട്രെയിനിങ് നമുക്ക് കുറച്ചുകൂടി മുന്നേ ഇത് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എന്തോന്നല്ല, ഞങ്ങൾ 2018 മുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴാണ് അതിൻ്റെ ട്രെയിനിങ്ങൊക്കെ കിട്ടിയ കിട്ടിയ അനുഭവം വെച്ചിട്ട് നല്ലൊരു ട്രെയിനിങ്ങാണ് ഇതിവിടെ വെച്ച് നടന്നിട്ടുള്ളത്. ഇത് തുടർന്ന് അങ്ങോട്ട് മുന്നോട്ടേക്ക് നമുക്ക് ഓരോരോ സംരംഭങ്ങൾ നമ്മൾ ചേർന്നൊരു പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് കിട്ടിയില്ല. പക്ഷേ സംരംഭങ്ങൾ തുടങ്ങണം എന്നുള്ള ഒരു പൂർണ്ണ ദൃഢപ്രതിജ്ഞയോട് കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. 2-3 സംരംഭത്തിൻ്റെ ഉള്ള ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ തന്ന ഇതിലൊരു അഭിപ്രായവും കൊടുത്തിട്ടുണ്ട്. സംരംഭം നമ്മൾ തുടങ്ങുന്നതിന് ഹരിയാലിയിൽ നിന്നുള്ള നമുക്ക് എല്ലാവിധ അഭിപ്രായങ്ങളും ഓരോ സഹകരണങ്ങളും നമുക്ക് മുന്നോട്ട് വേണം. പിന്നെ ഇപ്പോൾ പറഞ്ഞ രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നപ്പോഴാണ് ഹരിതകർമ്മസേനയ്ക്ക് ഇത്രയും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ കീഴിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഫോണിൻ്റെ ഒരു ഫണ്ട് വെക്കാമെന്ന് പറഞ്ഞു, ഫോൺ റീചാർജിങ്ങിൻ്റെ പറഞ്ഞു. പക്ഷെ അതൊന്നും നമ്മൾ കയ്യിൽ നിന്നെടുത്ത് ചെയ്യാമെന്നല്ലാതെ കണ്ടിട്ട് നമുക്കൊന്നും ഇതുവരെ കിട്ടിയില്ല. അതിൻ്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ ആ പഞ്ചായത്തിലേക്ക് ഇവിടുന്ന് ഹരിയാലിയിൽ നിന്ന് കൊടുത്താൽ അത് അത്രയും നന്നായിരിക്കും. പിന്നെ ഈ ക്ലാസ് ഒന്നുകൂടി നമുക്ക് പഞ്ചായത്തിൽ വെച്ചിട്ട് തരുന്നതാണെങ്കിൽ കിട്ടിയാൽ അത് കുറച്ചും കൂടി നമുക്ക് ഹരിതകർമ്മസേനയ്ക്ക് ഒരു ബെറ്റർ ആവും. കാരണം വെച്ചാൽ പഞ്ചായത്ത് മെമ്പർമാരും നമ്മളും കൂടി ഇരുന്നിട്ട് കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഹരിതകർമ്മസേന അങ്ങനെ കേട്ടത് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാലും അവർ ഇത് കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നുള്ളൊരു നല്ലൊരു സപ്പോർട്ട് പഞ്ചായത്തിലേക്കും കൂടി കിട്ടിയെങ്കിലേ നമുക്ക് ഈ ഹരിതകർമ്മസേന നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സംരംഭത്തിൻ്റെതായാലും ഹരിതകർമ്മസേനൻ്റെ ആയാലും ഇപ്പോൾ ഇന്നലെ വേറൊരു സാറ് പറഞ്ഞ പ്ലാസ്റ്റിക് നിലനിന്ന് പോലും നമ്മളൊരു സംരംഭം എന്നുള്ളതാണ്. ആ സംരംഭമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിലും ഇത് പഞ്ചായത്തും ഹരിയാലിയും തമ്മിൽ ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ദൃഢപ്രതിജ്ഞയോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. സംരംഭം 3 വിഭാഗമായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഒന്ന് തുണിസഞ്ചി, ഒന്ന് മീൻ വാങ്ങുന്ന ഒരു സഞ്ചി, പിന്നെ ഈ കല്യാണ വീടുകളിലുള്ള പ്ലേറ്റ്, ഗ്ലാസ്. അത് നമ്മൾ ആദ്യം ബ്ലോക്കിലേക്ക് നമ്മളൊരു ഫണ്ട് വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി 3 ഒരു സംരംഭം ഒരു മനസ്സിൽ ഉറപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. സംരംഭം വിജയിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകൾ ഹരിയാലിയിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും.